ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാടൻ വിഭവമാണ്. വാട്ടുകപ്പ പയറിട്ട് വേവിച്ചത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോ വാട്ടുകപ്പ എടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു 4 മണിക്കൂർ കുതിർത്തിയ വാട്ടുകപ്പയാണ്. കുതിർക്കുന്നതിന് മുമ്പ് ഞാനൊന്ന് കഴുകിയിട്ടാണ് കുതിർക്കാനിട്ടത്. അതിനുശേഷം കുതിർന്നതിന് ശേഷം ഞാൻ 2-3 വെള്ളം കഴുകിയെടുത്തതാണിത്. ഇത് ചെറിയ പീസസ് ആക്കിയിട്ട് കുതിർന്നതിന് ശേഷം ഇങ്ങനെ കൈകൊണ്ട് തന്നെ ഒടിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ കപ്പ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കപ്പ നികക്കുകയും കുറച്ചും കൂടെ വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് വേവിക്കുന്നത്. ഇത് ഞാൻ കുക്കറിൽ ഒരു വിസിൽ കേൾക്കുന്നവരെയാണ് വേവിച്ചെടുക്കുന്നത്. സാധാരണ പോലെ വേവിക്കുകയാണെങ്കിൽ ഇതേപോലെ കപ്പയെക്കാട്ടി കുറച്ചും കൂടെ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചാൽ മതി. ഒരു 1/2 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്ക് വെന്ത് കിട്ടും. ഇതിലേക്ക് വേണ്ടിയിട്ട് അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു തേങ്ങയുടെ 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 2.5-3 കപ്പ് തേങ്ങ കാണും. സാധാരണ നമ്മൾ പച്ചക്കപ്പ വേവിക്കാൻ എടുക്കുമ്പോഴത്തേനേക്കാൾ കൂടുതലായിട്ട് തേങ്ങ ഇതിന് ചേർക്കണം. അതാണ് അതിൻ്റെ ടേസ്റ്റ്. എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ചേർക്കാം. ഒരു 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ വെളുത്തുള്ളിയാണേ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം, 1 തണ്ട് കറിവേപ്പില. ഇത്രയും ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കണം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരയണ്ട. ഇപ്പോൾ കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഊറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാൻ കുതിർത്തി വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ കൂടി ചേർക്കുകയാണ്. ഈ കപ്പയിലേക്ക് വൻപയർ ചേർക്കുമ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന കപ്പയുടെ ക്വാണ്ടിറ്റിയുടെ പകുതി അല്ലെങ്കിൽ അതിൽ കൂടുതൽ പയർ ചേർക്കുന്നതിനാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു വിഭവം എല്ലാ ജില്ലക്കാർക്കും പരിചയമുണ്ടോയെന്ന് എനിക്കറിയില്ല. സാധാരണയായിട്ട് ഇത് മലയോര ജില്ലയിലൊക്കെ പണ്ടുകാലത്ത് സൺഡേ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉണ്ടാക്കുന്ന ഒരു വിഭവമായിരുന്നു കേട്ടോ. സാധാരണയായിട്ട് ചിക്കൻ കറി, ബീഫ് കറി, മീൻ കറി, ഉണക്കമീൻ തോരൻ ഇതൊക്കെ കൂട്ടിയിട്ട് രാവിലെ കഴിക്കുന്ന ഒരു വിഭവമായിരുന്നു. വെജിറ്റേറിയൻസ് ആയിട്ടുള്ളവർക്ക് അച്ചാറൊക്കെ കൂട്ടിയിട്ട് കഴിക്കാനും വളരെ ടേസ്റ്റുള്ള ഒരു വിഭവമാണ് കേട്ടോ. പണ്ടൊക്കെ ഇത് നാട്ടിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളായിരുന്നു. ഇപ്പം വന്നിട്ട് ഇത് ഓൺലൈനിലൊക്കെ ഈസിലി അവൈലബിൾ ആണ്. അരപ്പിട്ടതിന് ശേഷം ഈ പാത്രം ഒന്നെടുത്ത് കുടഞ്ഞിട്ട് ഈ അരപ്പ് ഇതിൻ്റെ അടിഭാഗത്തേക്ക് പോകുന്ന പോലെയുള്ള വിധത്തിൽ ഞാൻ വെക്കുകയാണേ. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് ഒരു 3-4 മിനിറ്റ് ഒന്ന് ചെറിയ തീയിൽ വെച്ച് വേവിച്ചെടുക്കാം. അരപ്പൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് ഒരു 3-4 മിനിറ്റ് അടച്ച് വെച്ച് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളൊരു തടിത്തവി കൊണ്ടോ ഇത് ഇളക്കി യോജിപ്പിച്ച് ഉടച്ചെടുക്കണം, കപ്പയൊക്കെ എടുക്കണ പോലെ. ഞാനിപ്പോൾ അരപ്പ് ചേർത്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ചേർത്തിട്ടില്ല. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഊറ്റുമ്പോഴേ ഇതിനകത്ത് കുറച്ചൊരു വെള്ളമയം ഉണ്ടായിരുന്നു. അരപ്പ് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം അതിലുണ്ട്. ഇനി അങ്ങനെ ഇല്ല, നന്നായിട്ട് ഊറ്റിയ ശേഷമാണ് അരപ്പിടുന്നതെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളമൊക്കെ അരപ്പ് വേകാൻ പാകത്തിന് കുറച്ച് വെള്ളം മാത്രം ഒന്ന് തളിച്ചു കൊടുത്തിട്ട് സിമ്മിൽ വെച്ച് വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ വാട്ടുകപ്പ പയറിട്ട് വേവിച്ചത് റെഡി ആയിട്ടുണ്ട്.